പാലക്കാട് കോട്ടായി പാർട്ടി ഓഫീസ് തർക്കത്തിൽ പ്രതികരണവുമായി കെട്ടിടം ഉടമ. കെട്ടിടം കോൺഗ്രസിനാണ് നൽകിയതെന്ന് കെട്ടിടം ഉടമ കെ രാമദാസ് വ്യക്തമാക്കി. വാടക കരാർ ഉണ്ടാക്കുമ്പോൾ കെ മോഹൻകുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്നു. കെ മോഹൻകുമാർ രാജിവെച്ച് പാർട്ടി മാറിയ കാര്യം അറിയില്ലെന്നും കെ രാമദാസ് പറഞ്ഞു. അയാൾ വന്ന് ചോദിക്കുമ്പോൾ ഹി വാസ് എ മണ്ഡലം പ്രസിഡന്റ് ഓഫ് കോൺഗ്രസ്. ആക്ച്വലി അത് വരുന്ന പറയുമ്പോൾ മണ്ഡലം പ്രസിഡന്റ്. അതെ, പിന്നെ പാർട്ടി മാറിയത് നമുക്കറിയാം. ടു ബി ഫ്രാങ്ക്, മലയാളം അറിയില്ല, അതുകൊണ്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നു. ഈ വിഷയം ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, പെയിന്റ് അടിച്ചത് വെറുതെ ആയല്ലോ, കെട്ടിടം കോൺഗ്രസിന് തന്നെ എന്ന് ഉറപ്പിക്കുകയല്ലേ? സുജയ, നിലവിൽ കാര്യങ്ങൾ അത്തരത്തിലാണ് പോകുന്നത്. വലിയ തർക്കമായിരുന്നു CPM-ഉം കോൺഗ്രസും തമ്മിൽ ഈ കോട്ടായിലെ മണ്ഡലം കമ്മിറ്റി ഓഫീസിനെ ചൊല്ലി ഉണ്ടായിരുന്നത്. സംഘർഷം ഉണ്ടാവുന്നു, അതിന് പിന്നാലെ പിന്നീട് പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു. രണ്ട് പാർട്ടികളുടെ നേതൃത്വത്തിൽ ഈ പാർട്ടി ഓഫീസ് കൈയടക്കാൻ വേണ്ടി എത്തുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി CPM പ്രവർത്തകർ പോലീസ് ഒരുക്കിയ പൂട്ടെല്ലാം പൊളിച്ച് അകത്തേക്ക് കയറി CPM-ന്റെ കൊടി ഉയർത്തുന്നു, ഛായാചിത്രങ്ങൾ സ്ഥാപിക്കുക എല്ലാം ചെയ്തതാണ്. പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കെട്ടിട ഉടമ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് അറിയിച്ചതോടുകൂടി ഈ തർക്കത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുന്നത്. ഇനി RDOയുടെ ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ആർക്കാണ് ഇപ്പോൾ നിലവിൽ ഈ കെട്ടിടത്തിലേക്ക് കയറാൻ കഴിയുക എന്നതിൽ ഒരു തീരുമാനം വരിക. പക്ഷേ കെട്ടിട ഉടമ അദ്ദേഹത്തിൻ്റെ നിലപാട് അറിയിച്ചിരിക്കുന്നു. താൻ കോൺഗ്രസിനാണ് ഈ കെട്ടിടം നൽകിയിരിക്കുന്നത്. കെ മോഹൻകുമാർ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് താൻ ഇത്തരത്തിലൊരു കരാർ ഉണ്ടാക്കിയത്. രാജിവെച്ച് പാർട്ടി മാറി CPM-ൽ ചേർന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നു. ഏതായാലും താൻ കോൺഗ്രസിനാണ് ഈ കെട്ടിടം നൽകുന്നത്. ആ കാര്യങ്ങളെല്ലാം RDO വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ അറിയിക്കും എന്നുള്ളത് ഇപ്പോൾ ഏതായാലും കെട്ടിട ഉടമ അറിയിച്ചിട്ടുണ്ട്. കെ രാമദാസ് ഇന്ന് കോയമ്പത്തൂരിൽ നിന്ന് എത്തി ഈ കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ തന്നെ തുടരുന്നുണ്ട്. ഇന്നലെ CPM പ്രവർത്തകരെത്തി തകർത്ത കൊടിമരങ്ങളെല്ലാം ഇപ്പോൾ അവർ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്, കവാടങ്ങളെല്ലാം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പാലക്കാട് DCCയുടെ വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ഉൾപ്പെടെയുള്ള ആളുകളും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ ജയഘോഷ് ഉൾപ്പെടെയുള്ളവരും ഇവിടെയുണ്ട്. ഏതായാലും ആർക്കും അങ്ങനെ പാർട്ടി മാറി പോകുമ്പോൾ പാർട്ടി ഓഫീസും കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തി ഇതെല്ലാം തിരികെ എടുക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് നിരവധി ആളുകൾ, പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. നമ്മൾ ഈ മാറുന്ന ആളുകൾക്കനുസരിച്ച് പാർട്ടിക്കാണ് ഉടമ കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണ്, ഉടമ വന്ന് പറഞ്ഞ് ഞാൻ പാർട്ടിക്കാണ് കൊടുത്തത്, പാർട്ടിയുടെ പ്രസിഡന്റ് നിലയ്ക്കാണ് കൊടുത്തത്. ഒരു പ്രസിഡന്റ് മാറിപ്പോയത് കൊണ്ട് കോട്ടായി എന്ന് പറഞ്ഞ മണ്ഡലത്തിലെ പാർട്ടിയൊന്നും മാറിപ്പോയിട്ടില്ല. ഒരു പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനമൊന്നും ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ കുറച്ച് ശില്പതികൾ മാത്രമാണ് അത് കൂടെ പോയിട്ടുള്ളത്. പാർട്ടിക്കാർ, കോൺഗ്രസ് പാർട്ടി ഇവിടെ ഇപ്പോഴും ശക്തമായി തന്നെ, മുൻകാലങ്ങളിൽ വെച്ച് കൂടുതൽ ശക്തമായി തന്നെ ഈ കോട്ടായി മണ്ഡലത്തിനുണ്ട്. അപ്പോൾ പാർട്ടിക്കാണ് ഈ ഓഫീസ് കൊടുത്തിരിക്കുന്നത്. ഇത് പാർട്ടിയുടെ സ്വത്താണ്. കഴിഞ്ഞ 70 വർഷത്തിൽ കൂടുതലായി പാർട്ടിയുടെ സ്വത്തായിട്ടിരിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും പിന്നെ എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ അതിൽ കയറി ഇടപെടുന്ന CPM-ന്റെ രാഷ്ട്രീയ പാപ്പരത്വത്തെ അതിനെ ഇനി എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ കെട്ടിട ഉടമ നിലപാട് അറിയിച്ചിരിക്കുന്നത്. ഇനി എപ്പോഴാണ് കോൺഗ്രസ് ഈ പാർട്ടി ഓഫീസിലേക്ക് തിരികെ കയറുക? അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എങ്ങനെയാണ്? ഇന്ന് 3:30 RDOയുമായി ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ എന്താണോ തീരുമാനമാവുന്നത്, ആ തീരുമാനത്തിന് അനുസൃതമായി ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും.